ഓപ്പോയുടെ പുതിയൊരു ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓപ്പോ K5 വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K5ൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓപ്പോ K5 വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്നൊരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രേഡിൻ കളർ ഫിനിഷൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഓവറോൾ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഓപ്പോ K5. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ മികച്ചൊരു പെർഫോമൻസ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ലഭിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റ് 2 വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. പിന്നെ 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ കൂടെ ഒരു വെർഷനിൽ 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പിന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ബൂസ്റ്റ് 2.0 എന്നുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ മെയിൻ സെൻസർ വരുന്നത് 64 മെഗാ പിക്സലുമായിട്ടാണ്. f1.8 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ നാലാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് NFC എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമേ റിലീസായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 19,000 രൂപയാണ്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഓപ്പോ K5 വരുന്നത്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓപ്പോ K5ന് മുമ്പ് വന്ന ഓപ്പോ K3 എന്നുള്ള ഫോൺ ഇന്ത്യയിൽ റിലീസായ ടൈമിൽ റിയൽമി X എന്നുള്ള ഫോണും റിലീസായിരുന്നു. ഈ 2 ഫോണുകളും ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുമായിട്ടായിരുന്നു വന്നിരുന്നത്. ഇതിൽ റിയൽമി X ആയിരുന്നു ഒന്നും കൂടി വാല്യൂ ഫോർ മണി. പിന്നെ ഇപ്പോൾ റിയൽമി XTയുടെ 730G വെർഷനുമായിട്ട് വരുന്ന പുതിയൊരു ഫോൺ അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ആ ഒരു ഫോൺ ഈ മാസം തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഫോണും ഓപ്പോ K5ഉം തമ്മിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ഓപ്പോ K5 ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഓപ്പോ K5 ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് റിയൽമി XTയുടെ 730G വെർഷനും ഈ ഒരു ഫോണും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് വാല്യൂ ഫോർ മണി ആയിട്ട് ഏത് ഫോണാണോ വരുന്നത് ആ ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.